അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. എമ്പുരാൻ വിവാദത്തിൽ പൃഥ്വിരാജിനെ ബലിയാടാക്കാൻ ശ്രമമെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത്? എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. അയ്യോ, ഇത്രയൊന്നും ഇങ്ങനെ അവന്റെ നേരെ എന്താ അറിയില്ല. കാരണം സിനിമാ ഫീൽഡിൽ ശത്രുതയുണ്ട്. ഇതിപ്പോ ഇന്ന് ഇന്നലെയും തുടങ്ങിയൊന്നും അല്ല. ഞാൻ എന്ത് തെറ്റ് കേട്ട കർത്താവേ, എന്റെ മേലിങ്ങനെ ആണിയടിച്ചു കയറ്റണേ. എടാ, എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. പക്ഷെ ചില വാക്കുകൾ, ബോംബ് പോലുള്ള കാര്യങ്ങൾ, അത് കുറച്ച് കൂടിപ്പോയി. ബാലൻസ് പൃഥ്വിരാജ് കുറെ കൂടെ പിടിക്കണമായിരുന്നു. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. പൃഥ്വിയെ ഒറ്റപ്പെടുത്തി വിമർശിക്കുന്നുവെന്നും മല്ലിക സുകുമാരൻ പറയുകയാണ്. ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാര നാടാ. മലയാള സിനിമയിലെ മോഹൻലാലിന്റെ കസേര മോഹൻലാലിന് ശേഷമെങ്കിലും തട്ടിപ്പറിക്കാനുള്ള പൃഥ്വിരാജിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്നവർ പോലും ഉണ്ട്. സത്യം പറഞ്ഞ ഇതാ തല. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇത്രയും ഉറപ്പിച്ചു പറയാൻ നീ ആരടാ? CID? വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ അത് പറഞ്ഞ് കേൾക്കുന്നവർക്ക് അതൊരു നുണ പോലെ തോന്നും. മലയാള സിനിമയിലെ മോഹൻലാലിന്റെ കസേര മോഹൻലാലിന് ശേഷമെങ്കിലും തട്ടിപ്പറിക്കാനുള്ള പൃഥ്വിരാജിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പറയുന്നവർ പോലും ഉണ്ട്. ചെറിയ സംശയം ചോദിച്ചോളൂ. അളിയനത് നിർത്തിക്കൂടെ? ആഹാ, ഞാനത് നിർത്തിയാൽ ഈ നാട് നന്നാവുമോ? ഇത്തിരി കൂട്ടി പറയുന്നതിൽ ഒരു തെറ്റുമില്ല. കംപ്ലീറ്റ് അഹങ്കാരികൾ. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്, ഈ നാടിന്റെ കുന്തിരിക്കമായ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ. ഈ മേജർ രവി എന്തായിരുന്നു പടം കണ്ടിറങ്ങുമ്പോ കാണിച്ചത്? അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ? പറഞ്ഞു. എന്താ പറഞ്ഞേ? ആ സിനിമയുടെ കണ്ടന്റ് എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. പൃഥ്വിരാജിനോട് പറഞ്ഞത് ചരിത്രമാകും മോനെ എന്ന് പറയുന്നു. ബഹളം. ചരിത്രമായിട്ട് മാറണം എന്നുള്ളൊരു ഉറപ്പാണ്. മലയാള സിനിമയ്ക്ക് അത് അത്യാവശ്യമാണ്. പൃഥ്വിരാജ് വേറെ ലെവല്. വാക്കിന് നേരും നിറയുമില്ലാത്ത കള്ളപ്പരിശ. ആ സിനിമയുടെ കണ്ടന്റ് പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. കാരണം അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഒരു ഡയറക്ടറുടെ ഒരു ഡ്രീമാണ് ഇങ്ങനെയൊക്കെ ഒരു പടം ചെയ്യാന്നുള്ളത്. പക്ഷെ അത് രാജുവിന് കിട്ടിയിട്ടുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആ സിനിമയുടെ കണ്ടന്റ് പൃഥ്വിരാജ് എന്നുള്ള ഡയറക്ടറും ഇത് നോക്കേണ്ടതായിരുന്നു. ആഞ്ജനേയ സ്വാമി എന്ന് വേണ്ട. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മാറിയോ? ഇവൻ അന്യല്ല, വിക്രത്തിനെക്കാളും കഷ്ടമാണ്. പ്രശ്നങ്ങളുണ്ട്. പൃഥ്വിരാജ് വേറെ ലെവല്. പ്രശ്നങ്ങളുണ്ട്. അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റും. പ്രശ്നങ്ങളുണ്ട്. പൃഥ്വിരാജ് വേറെ ലെവല്. പ്രശ്നങ്ങളുണ്ട്. അവനൊക്കെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു പടമൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വിഷമിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ശിവാജിയെ പാത്രക്ക് ഒരു നടികനെ പാത്തതേലടാ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട് പറഞ്ഞു.